12ാം ക്ലാസ് കെമിസ്ട്രിയുടെ പോളിമർ എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 പോളിമർ. നിങ്ങൾ പോളിമേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് പോളിമർ? പോളിമർ എന്ന് പറഞ്ഞാൽ എ ലോങ് മോളിക്യൂൾ മെയ്ഡ് അപ്പ് ഫ്രം ലോട്ട്സ് ഓഫ് സ്മോൾ മോളിക്യൂൾസ്. ആ സ്മോൾ മോളിക്യൂൾസിനെയാണ് പറയുന്നത് മോണോമേഴ്സ്. അതായത് ചെറിയ ചെറിയ മോളിക്യൂൾസ്, ഈ ചെറിയ ചെറിയ മോളിക്യൂൾസിനെയാണ് മോണോമേഴ്സ് എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂടി ചേർന്ന് ഒരു വലിയ മോളിക്യൂൾസ് ആയി മാറുന്നു. ആ വലിയ മോളിക്യൂൾസിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. പോളിമർ എന്ന് പറഞ്ഞാൽ എ ലോങ് മോളിക്യൂൾ മെയ്ഡ് അപ്പ് ഫ്രം ലോട്ട്സ് ഓഫ് സ്മോൾ മോളിക്യൂൾസ് കോൾഡ് മോണോമേഴ്സ്. മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമർ ആയി മാറുന്നു. പോളിമേഴ്സിന്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Polymers are finding increased application in almost every sphere of life. In almost every field, these are being used successfully. However, as the field is dynamic and new type of resins are being developed on regular basis, it is important for us to know the basic chemistry of polymers so that new development can be critically evaluated. നമ്മൾ പലതരത്തിലുള്ള പോളിമേഴ്സ് ഡെയിലി ലൈഫിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അന്നേരം പോളിമേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അനേകം മോണോമേഴ്സ് കൂടിച്ചേർന്ന് ലോങ് പോളിമേഴ്സ് ആയി മാറുന്നു. ഈ മോണോമേഴ്സ് പോളിമേഴ്സ് ആയി മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ പോളിമർ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. ചെറിയ ചെറിയ മോളിക്യൂൾസിന് പറയുന്ന പേരാണ് മോണോമേഴ്സ്. ഓക്കെ, polymerization is a process of reacting monomer molecules together in a chemical reaction to form three-dimensional network or polymer chain. ആ വലിയ പോളിമറിന്റെ 3-dimensional സ്ട്രക്ചർ ആണ് ഉള്ളത്. Polymers very large molecule structure chain like in nature. പോളി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. പോളി മീൻസ് മെനി. അതുപോലെ മെർ എന്ന് പറഞ്ഞാൽ പാർട്ട്. പോളി പാർട്ട്, മെനി പാർട്ട് എന്നാണ് പോളിമറിന്റെ അർത്ഥം. എ പോളിമർ ഇസ് എ ലാർജ് മോളിക്യൂൾ ഓർ മാക്രോ മോളിക്യൂൾ കമ്പോസ്ഡ് ഓഫ് മെനി റിപ്പീറ്റഡ് സബ് യൂണിറ്റ്സ്. നമുക്കിവിടെ 2-3 പോളിമേഴ്സിന്റെ എക്സാമ്പിൾ പഠിക്കാം. പോളി എത്തിലീൻ, പോളി എത്തിലീൻ. അവിടെ അനേകം കാർബൺ മോളിക്യൂൾ റിപ്പീറ്റ് ചെയ്ത് വരുവാണ് പോളി എത്തിലിനകത്ത്. എത്തിലീൻ മോളിക്യൂൾ ആണ് അവിടെ. എത്തിലീനാണ് ഇവിടുത്തെ മോണോമർ പോളി എത്തിലീനകത്ത്. അടുത്ത പോളിമർ ആണ് പോളി വിനൈൽ ക്ലോറൈഡ്, PVC. നിങ്ങൾ PVC എന്നൊക്കെ കേട്ടിട്ടുണ്ട്, PVC പൈപ്പ് ഒക്കെ അല്ലെ? എന്താണ് PVC? പോളി വിനൈൽ ക്ലോറൈഡ് ആണ് PVC. അതുപോലെ തന്നെ പോളിപ്രൊപ്പിലിൻ, ഇതെല്ലാം അനേകം പോളിമേഴ്സ് ആണ്. പോളിമേഴ്സ് നമുക്ക് പറയാം വെരി ലാർജ് മോളിക്യൂൾസ് സ്ട്രക്ചേഴ്സ് ചെയിൻ ലൈക്ക് ഇൻ നേച്ചർ. വെരി ലാർജ് മോളിക്യൂൾസിനെയാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോളിമേഴ്സിനെ നമ്മൾ പല അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് തരംതിരിക്കാൻ പോവാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. പല മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അന്നേരം ഇവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് സോഴ്സ്, എവിടുന്ന ഉത്ഭവം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. പോളിമേഴ്സിന്റെ പോളിമർ നമ്മുടെ നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നത്. നാച്ചുറൽ പോളിമർ എന്തായിരിക്കും? പ്രകൃതിയിൽ കാണപ്പെടുന്ന പോളിമേഴ്സിനാണ് നാച്ചുറൽ പോളിമർ എന്ന് പറയുന്നത്. നമുക്കറിയാം നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിൾസ് നമ്മൾ ബയോമോളിക്യൂൾസ് പഠിച്ചു തീർന്നേ ഉള്ളൂ അല്ലെ? ബയോമോളിക്യൂൾസിനകത്ത് പഠിച്ചാൽ സെല്ലുലോസ്, സ്റ്റാർച്ച്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതെല്ലാം എന്താണ്? നാച്ചുറൽ പോളിമർ ആണ്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന പോളിമേഴ്സ് ആണ് നാച്ചുറൽ പോളിമർ. നാച്ചുറൽ പോളിമേഴ്സ്, ദ പോളിമർ വിച്ച് ആർ ഫൗണ്ട് നാച്ചുറലി ഈസ് കോൾഡ് എ നാച്ചുറൽ പോളിമർ. നാച്ചുറൽ പോളിമേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദേ ആർ റെഡിലി ബയോഡീഗ്രേഡബിൾ. അത് തന്നെ പെട്ടെന്ന് തന്നെ പ്രകൃതിയിലേക്ക് തന്നെ അത് അലിഞ്ഞില്ലാതായി തീർന്നു. അതാണ് ബയോഡീഗ്രേഡബിൾ ആണ് നാച്ചുറൽ പോളിമേഴ്സ്. ഓൾ ലിവിംഗ് തിങ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് പീപ്പിൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് പോളിമേഴ്സ്. ഓക്കെ, നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിൾ, ബോർഡ് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എഴുതണം സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, റബ്ബർ, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്സ്. ഇവയെല്ലാം നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്, പ്രകൃതിയിൽ കാണപ്പെടുന്നത്. നാച്ചുറൽ പോളിമേഴ്സിന്റെ ഒക്കറൻസ്, സ്റ്റാർച്ച് എന്ന് പറയുന്ന മെയിൻ റിസർവ് ഫുഡ് ഓഫ് പ്ലാന്റ്സ് ആണ്. സെല്ലുലോസ് മെയിൻ സ്ട്രക്ചറൽ മെറ്റീരിയൽ ഓഫ് പ്ലാന്റ്സ് ആണ്. അതുപോലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ട് ആസ് ബിൽഡിംഗ് ബ്ലോക്ക് ഇൻ ആനിമൽസ്.
പ്രോട്ടീൻസ് മോണോമർ, പ്രോട്ടീൻ വലിയൊരു പോളിമറാണ്. അതിന്റെ മോണോമർ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. ആൽഫ അമിനോ ആസിഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് പ്രോട്ടീൻസ്. അതുപോലെ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് ഒക്കേഴ്സ് ആസ് ലാറ്റക്സ്. അതായത് റബ്ബർ എന്ന് പറഞ്ഞാൽ എ കൊളോയിഡൽ ഡിസ്പെർഷൻ ഓഫ് റബ്ബർ ഇൻ വാട്ടർ ഇൻ ദ ബാർക്ക് ഓഫ് മെനി ട്രോപ്പിക്കൽ ട്രീസ്, പർട്ടിക്കുലർലി ഫ്രം ഹേവ ബ്രിസിലൻസ് എന്ന് പറയുന്ന ആ മരത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ റബ്ബർ മരം. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെയുള്ളതാണ് റബ്ബർ മരങ്ങൾ അല്ലെ. ആ റബ്ബർ മരത്തിൽ നിന്ന് കിട്ടുന്നതാണ് നാച്ചുറൽ റബ്ബർ. അതൊരു നാച്ചുറൽ പോളിമർ ആണ്. ഇനി നാച്ചുറൽ പോളിമറിനെ പറ്റി പഠിച്ചു. ഇനി അടുത്തായിട്ടുള്ള ഒരു പോളിമർ ക്ലാസിഫിക്കേഷൻ ആണ് സെമി സിന്തറ്റിക് പോളിമർ. സെമി സിന്തറ്റിക്, ഫോർ എക്സാമ്പിൾ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ് ഒക്കെ സെമി സിന്തറ്റിക് പോളിമർ ആണ്. These polymers are mostly derived from naturally occurring polymers by chemical modifications. കുറച്ച് കെമിക്കൽ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയാൽ നാച്ചുറൽ പോളിമറിൽ നിന്ന് നമുക്ക് സെമി സിന്തറ്റിക് പോളിമർ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ റബ്ബറിന് പലതരത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് കാണപ്പെടുന്ന നമ്മുടെ നാച്ചുറൽ റബ്ബർ, നിങ്ങൾ ഒട്ടുപാൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, കണ്ടിട്ടുമുണ്ട്. ആ റബ്ബറിനെയൊക്കെ നമുക്ക് പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഒക്കെ എടുക്കാൻ സാധിക്കും. ടയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നാച്ചുറൽ റബ്ബറിന്റെ കൂടെ സൾഫർ ആഡ് ചെയ്യുക, അതായത് വൾക്കനൈസേഷൻ എന്ന് പറയാം പ്രോസസ്സിന്. സൾഫർ ആഡ് ചെയ്യുമ്പോൾ നാച്ചുറൽ റബ്ബറിന് കുറച്ചും കൂടി സ്ട്രെങ്ത്, ശക്തി കൂടുന്നു. അതിനാൽ അത് പലതരത്തിലുള്ള പ്രോസസ്സിന് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് ഇങ്ങനെയുള്ളതിനെയാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് നമുക്ക് അങ്ങനെ നിർമ്മിക്കാൻ പറ്റും. വൾക്കനൈസ്ഡ് റബ്ബർ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സെമി സിന്തറ്റിക് പോളിമർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ടയേഴ്സ് എക്സെട്ര. അതുപോലെ ഗൺ കോട്ടൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ സെല്ലുലോസ് നൈട്രേറ്റ്. ഗൺ കോട്ടണിന് പറയുന്ന പേരാണ് സെല്ലുലോസ് നൈട്രേറ്റ്. സെല്ലുലോസ് നമ്മുടെ നാച്ചുറൽ പോളിമർ ആണ്. സെല്ലുലോസ് നൈട്രേറ്റ് യൂസ്ഡ് ഇൻ മേക്കിംഗ് എക്സ്പ്ലോസീവ്. ഓക്കെ, ഗൺ കോട്ടനൊക്കെ സെമി സിന്തറ്റിക് പോളിമർ ആണ്. പോളിമർ സെമി സിന്തറ്റിക് പോളിമറിന്റെ ഒരു definition പറയുകയാണെങ്കിൽ the polymers obtained by simple chemical treatment of natural polymers to improve their physical properties like lustrous nature, tensile strength and are called semi-synthetic polymers. Okay, semi-synthetic polymers. അടുത്ത ടൈപ്പാണ് സിന്തറ്റിക് പോളിമർ. സിന്തറ്റിക് പോളിമർ നമുക്ക് ഒറ്റ വാക്കിട്ട് പറയാം, മാൻമെയ്ഡ് പോളിമേഴ്സ് ആർ കോൾഡ് സിന്തറ്റിക് പോളിമർ. മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിന്തറ്റിക് പോളിമറിന് നൈലോൺ, പോളിസ്റ്റർ തുണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, പോളി എത്തിലീൻ, PVC, പോളി കാർബണേറ്റ്, എപ്പോക്സി റെസിൻ, പോളിസ്റ്റൈറീൻ, പോളിപ്രൊപ്പിലിൻ, ടെഫ്ലോൺ, ഇതെല്ലാം മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ്. അതിനാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് പോളിമേഴ്സ് ഈസ് എ പോളിമർ ദാറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ ഇൻഡസ്ട്രി ഫ്രം കെമിക്കൽ സബ്സ്റ്റൻസ് ത്രൂ ദ പോളിമറൈസേഷൻ പ്രോസസ്. ഓക്കെ, സിന്തറ്റിക് പോളിമേഴ്സ്. ഇപ്പൊ നമ്മള് പോളിമേഴ്സിനെ രണ്ടായിട്ട് ഓർഗാനിക് പോളിമറിനെ തിരിച്ചു, നാച്ചുറൽ പോളിമറും സിന്തറ്റിക് പോളിമറും. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാം, നാച്ചുറൽ പോളിമറിന്റെ 2 എക്സാമ്പിൾ പറയുക, അതുപോലെ സിന്തറ്റിക് പോളിമറിന്റെ എക്സാമ്പിൾ പറയുക. ഇതിന്റെ ഇടയ്ക്കുള്ള ആ പോളിമറിന് പറയുന്നവരാണ് സെമി സിന്തറ്റിക് പോളിമർ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ആണ്. ഇനി അടുത്താണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഓഫ് പോളിമർ. എങ്ങനെയാണ് പോളിമേഴ്സിന്റെ സ്ട്രക്ചർ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ തരംതിരിക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലീനിയർ പോളിമർ. ലീനിയർ പോളിമർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു പോളിമർ ആണ്. അതായത് മോണോമേഴ്സ് ഇങ്ങനെ അടുക്കി വെക്കുന്നു. അതൊരു ലീനിയർ ഷേപ്പാണ് ലീനിയർ പോളിമറിന്. ഇവിടുത്തെ ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെരി വീക്ക് ആയിരിക്കും. വീക്ക് ആയിട്ടുള്ള വാണ്ടർവോൾ ഫോഴ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ് ആർ ദ 2 മെയിൻ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദീസ് 2 ചെയിൻസ്. ലീനിയർ പോളിമേഴ്സ് വെരി വീക്ക് എന്ന് പറയാൻ അവിടെ ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. അത് എന്തായിരിക്കും? ലീനിയർ പോളിമർ, വാണ്ടർവോൾ ഫോഴ്സും ഹൈഡ്രജൻ ബോണ്ടിങ്ങുമാണ് അവിടെ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പോളി എത്തിലിൻ, ടെഫ്ലോൺ, PVC, പോളിപ്രൊപ്പിലിൻ ഒക്കെ ലീനിയർ പോളിമറിന് എക്സാമ്പിൾ ആണ്. പോളിമേഴ്സ് ഇൻ വിച്ച് ദ യൂണിറ്റ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് അലോങ് ദ ഹോൾ ലെങ്ത് ഓഫ് ദ ചെയിൻ. ഓക്കെ, ഇതിനെയാണ് ലീനിയർ പോളിമർ എന്ന് പറയുന്നത്. അടുത്ത പോളിമർ ആണ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ചഡ് പോളിമർ. എന്താണ് ബ്രാഞ്ചഡ്? ഈ ലീനിയറിന്റെ ഇടയ്ക്കൂടെ ബ്രാഞ്ചിങ് വരും, അതാണ് ബ്രാഞ്ചഡ് പോളിമർ. ബ്രാഞ്ചിങ് വരുന്നു. പോളിമർ ചെയിൻസ് ക്യാൻ ബി ലൈക്ക് ബ്രാഞ്ചസ്. The fibers may align parallel, so as in fibers and some plastic sheets. This lead to inability of chains to pipe very closely together. These branches are usually a result of side reaction during the polymerization of the main chain. Branched polymer. Polymer chains can be like branches. അതിനെയാണ് branched polymers എന്ന് പറയുന്നത്. ഓക്കെ, branched polymers. അന്നേരം ലീനിയറിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും ബ്രാഞ്ചഡ് പോളിമറിന്. കാരണം എന്തുണ്ട്? ഇതിന്റെ ഇടയ്ക്കൂടെ ബ്രാഞ്ചിങ് ഉണ്ടാവുകയാണ്. അടുത്താണ് നമുക്ക് ഈ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ലെയറിന്റെ ഇടയ്ക്ക് ഒരു ക്രോസ്, ഒരു പാലം പോലെ ഈ 2 ലെയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെ.
ഇതവിടെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ് ഈ കാണുന്നത്. ക്രോസ് ലിങ്ക്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുവാണ്, കാരണം അവിടെ അഡീഷണൽ ആയിട്ടുള്ള ലിങ്കിങ് വരുവാണ്. Molecular structure adjacent chains attached to covalent bond carried out during polymerization or by non-reversible reaction after synthesis. അതുപോലെ മെറ്റീരിയൽ often behave very differently from linear polymer. വ്യത്യാസമുണ്ട്. Many polymers are cross-linked to modify their mechanical properties. അങ്ങനെയുള്ളതാണ് വൾക്കനൈസേഷൻ. ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ് വൾക്കനൈസേഷൻ. റബ്ബറിനെ സൾഫർ വെച്ച് ക്രോസ് ലിങ്ക് ചെയ്യിക്കുന്നു. ഇതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ട്രക്ചർ അനുസരിച്ച് ലീനിയർ, ബ്രാഞ്ചഡ് ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഇവിടെ നമുക്ക് ഈ മൂന്നിന്റെയും കൂടെ സ്ട്രക്ചർ ഒന്ന് കമ്പയർ ചെയ്താൽ ഏറ്റവും സ്ട്രെങ്ത് കൂടുതലാണ് ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചറിന്. അത് കഴിഞ്ഞ് അതിനേക്കാളും കുറവാണ് ബ്രാഞ്ചഡിന്, ഏറ്റവും സ്ട്രെങ്ത് കുറവാണ് ലീനിയറിന്. ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് സ്ട്രെങ്ത് ലീനിയർ ടു ബ്രാഞ്ചഡ് ടു ക്രോസ് ലിങ്ക്ഡ്. ഓക്കെ, molecular structure of polymers. Physical properties of polymers depend not only on their molecular weight, shape, but also on the difference in the chain structure. Linear, branched, cross-linked എന്നുള്ള സ്ട്രക്ചർ പഠിച്ചല്ലേ, ആ സ്ട്രക്ചർ അനുസരിച്ച് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് പോളിമറൈസേഷൻ. എങ്ങനത്തെ മോഡ് ഓഫ് പോളിമറൈസേഷൻ? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. There are two types of polymerization. ഒന്ന് അഡീഷൻ പോളിമറൈസേഷൻ, രണ്ട് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എന്താണ് അഡീഷനും കണ്ടൻസേഷനും നമുക്ക് നോക്കാം. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺ, അതായത് ആൽക്കീൻ, ആൽക്കൈൻസ് ഒക്കെ കൂടിച്ചേരുമ്പോൾ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് അവര് നമ്മൾ മനുഷ്യച്ചങ്ങലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാർബൺ മറ്റേ കാർബണുമായിട്ട് ലിങ്ക് ചെയ്ത് അങ്ങ് പോകുന്നു. അത് അങ്ങനെയുള്ള ആഡ് ചെയ്യുകയാണ്, ഡബിൾ ബോണ്ടിലോട്ടും ട്രിപ്പിൾ ബോണ്ടിലോട്ടും ആഡ് ചെയ്ത് പോകുന്ന പോളിമറൈസേഷനാണ് അഡീഷണൽ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ബൈ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. സെയിം ആയിട്ടുള്ള മോളിക്യൂൾസ് കൂടി ചേർന്ന് അവിടെ വലിയ മോളിക്യൂൾസ് ആയി മാറുന്നത്. ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് അഡീഷൻ പോളിമറൈസേഷൻ അത് പങ്കെടുക്കുന്നത്. Addition polymerization, a chemical reaction in which a simple molecule, a simple molecule ആണ് മോണോമേഴ്സ് എന്ന് പറയുന്നത്, are added to each other to form long chain molecules. അന്നേരം ആ ലോങ് ചെയിൻ പോളിമേഴ്സ് ആണ് പോളിമേഴ്സ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് നടക്കുന്നത്. നോ ബൈ പ്രൊഡക്റ്റ്. ഓർത്തിരിക്കുക, ബൈ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ അഡീഷൻ പോളിമറൈസേഷൻ ഈസ് ഓർഗാനിക് പെറോക്സൈഡ്. ഈ ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിനകത്ത് ഉപയോഗിക്കുന്നത് ഓർഗാനിക് പെറോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ്. അതുപോലെ പോളിമർ formed during this process is chemically inert. Monomers contains double bond, triple bond, അങ്ങനെ കാർബൺ, ഡബിൾ ബോണ്ട്, കാർബൺ ഒക്കെ അടങ്ങുന്ന മോണോമേഴ്സ് ആണ് അഡീഷണൽ പോളിമറൈസേഷനിൽ പങ്കെടുക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈഥീൻ. അനേകം ഈഥീൻ മോളിക്യൂൾ ചേർന്ന് പോളിത്തീൻ ഉണ്ടാകുന്നു. ഇവിടെ എല്ലാം ഒരേ ടൈപ്പ് തന്നെ മോണോമർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമോ പോളിമർ എന്ന് പറയുന്നത്. ഒരേ ടൈപ്പ് മോണോമർ കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഹോമോ പോളിമർ എന്ന് പറയുന്നത്. The additional polymers are found by the repeated addition of monomer molecule possessing double or triple bonds. Example, the formation of polythene from ethene and polypropene from propene. However, the additional polymers formed by the polymerization of a single monomeric species are known as homopolymers. Homopolymer example നമുക്ക് ഏതാ പറയാവുന്നേ? പോളിത്തീൻ. ഓക്കെ, ഹോമോപോളിമർ നമുക്കിവിടെ എക്സാമ്പിൾ കാണാം. ഇതൊരു പോളിമർ ആണ്. എ എന്ന് പറയുന്നത് വലിയ മോളിക്യൂളാണ് പോളിമർ. അതുണ്ടായിരിക്കുന്നത് ഒരേ ടൈപ്പുള്ള മോണോമറായ എല്ലാം എ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോമോ പോളിമർ. എ പോളിമർ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ പോളിമറൈസേഷൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോമർ ഇസ് നോൺ ആസ് ഹോമോ പോളിമർ. ഹോമോ പോളിമറിന്റെ എക്സാമ്പിൾ ആണ് പോളി എത്തിലീൻ, അതുപോലെ തന്നെ ടെഫ്ലോൺ. പോളി എത്തിലീൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഈഥീൻ മോളിക്യൂൾ. അതുപോലെ കോ പോളിമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എ ബി ടൈപ്പ് ഒരു നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റും. അതുണ്ടായിരിക്കുന്നത് ആ എ ബി പോളിമർ ഉണ്ടായിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് മോണോമർ കൊണ്ടാണ്. അത് അങ്ങനെ വ്യത്യസ്തങ്ങളായ മോണോമർ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ് കോ പോളിമർ എന്ന് പറയുന്നത്. When two different type of monomers are joined in the same polymer chain, the polymer is called a copolymer. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിയമൈഡ്, പോളിഎസ്റ്റർ ഒക്കെ കോപോളിമറിന്റെ എക്സാമ്പിൾ ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഹോമോ പോളിമറും കോ പോളിമറും. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ്, കോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമേഴ്സ്.
നമുക്ക് ഒരു കോപോളിമറിന്റെ എക്സാമ്പിൾ ആണ് ബ്യൂണ എസ്. ബ്യൂണ എസിന്റെ നമുക്ക് ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ എന്നാണ് അതിന്റെ പേര്. ബ്യൂണ എസിന്റെ ഫുൾ ഫോം ആണ് ബ്യൂട്ടാഡൈൻ സ്റ്റൈറീൻ. ബ്യൂണ എസ് എന്ന് തന്നെ നമ്മൾ പറയുന്നു. ഈ ബ്യൂണ എസിന്റെ മോണോമേഴ്സ് ആണ് 1,3 ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും. ഈ രണ്ട് മോണോമേഴ്സും വ്യത്യസ്തങ്ങളായ ഡിഫറെന്റ് ടൈപ്പ് മോണോമേഴ്സ് ആണ് അല്ലെ. ഇത് കോപോളിമർ ആണ്. ഈ കോപോളിമർ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും 1,3 ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും. The polymers made by additional polymerization from two different monomers are termed as copolymer. ബ്യൂണ എസ്, ബ്യൂണ എൻ ഒക്കെ എന്താണ് കോപോളിമർ ആണ്. അതായത് നിങ്ങൾ ബ്യൂണ എസിന്റെ പേരൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോണോമേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? സ്റ്റൈറീൻ. എന്താ സ്റ്റൈറീൻ എന്ന് പറഞ്ഞാല് ബെൻസീൻ റിംഗ് എന്ന് CH ഡബിൾ ബോണ്ട് CH2 വരുവാണെങ്കിൽ ആ കോമ്പൗണ്ട് പറയുന്നത് സ്റ്റൈറീൻ. അതുപോലെ തന്നെ 1,3 ബ്യൂട്ടാഡൈൻ. എന്താ ഡൈ എന്ന് പറഞ്ഞാൽ 2 ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ കാർബണയിലും മൂന്നാമത്തെ കാർബണയിലും ഉള്ളതാണ് 1,3 ബ്യൂട്ടാഡൈന്. ഈ 1,3 ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും കൂടെ കൂടി ചേരുമ്പോൾ ബ്യൂണ എസ് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഇതൊരു കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എക്സാമ്പിൾ ആണ്. ടെർത്താലിക് ആസിഡ്, എഥിലീൻ ഗ്ലൈക്കോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നമുക്കൊരു പോളിമർ ഉണ്ടാകുന്നു. ഈ പോളിമറിന് ഒരു ബൈ പ്രൊഡക്റ്റ് കൂടെ ഉണ്ടാകുന്നു. ആ ബൈ പ്രൊഡക്റ്റിന്റെ പേരാണ് H2O. എങ്ങനെയാണ് H2O ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ടെർത്താലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബെൻസീനെ എന്ന 2 COH ഗ്രൂപ്പ് വരുന്നതാണ്. എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ CH2 OH ഗ്ലൈക്കോൾ 2 OH ഗ്രൂപ്പ്. എഥിലീൻ ഗ്ലൈക്കോളിനകത്ത് 2 OH, ടെർത്താലിക് ആസിഡിനകത്ത് 2 COH. ഇവിടെ എഥിലീൻ ഗ്ലൈക്കോളിനകത്ത് ഒരു ഹൈഡ്രജനും ടെർത്താലിക് ആസിഡിനകത്ത് OH കൂടെ കൂടി ചേർന്ന് H2O എന്ന് പറഞ്ഞ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോകുന്നു. ഇനി ബാക്കി ഈ സ്ട്രക്ചറിനകത്ത് നോക്കുമ്പോൾ അറിയാം CO, ബാക്കി OH മാറിപ്പോയി CO കഴിഞ്ഞിട്ട് O. ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അങ്ങ് എഴുതുമ്പോൾ നമുക്ക് ആ വലിയ പോളിമറിനെ കിട്ടുന്നു. അന്നേരം ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നു. ആ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്ന 2 മോണോമേഴ്സ് കൂടി ചേർന്നാണ്. ആ മോണോമേഴ്സ് കൂടി ചേരുമ്പോൾ ചെറിയ ചെറിയ സിമ്പിൾ മോളിക്യൂളായ H2O ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള polymerization പറയുന്നത് condensation polymerization. A condensation polymerization occurs when a polymer is formed from a reaction that leaves behind a small molecule, often water. അതുപോലെ the formation of peptide bond in protein is an example of a condensation polymerization. Byproduct ഉണ്ടാകുന്നു. They have high melting point. അതുപോലെ the byproduct eliminated is called as condensated. അതായത് ഇവിടുന്ന് H2O അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് അതിന് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ. നൈലോൺ 66 ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കണ്ടൻസേഷൻ പോളിമറിന്റെ എക്സാമ്പിൾ ആണ് നൈലോൺ 66. 2 ടൈപ്പ് മോണോമർ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന് കോപോളിമർ ആണ്. The condensation polymers are formed by repeated condensation between 2 different bifunctional or trifunctional monomer units. In this polymerization reaction, the elimination of small molecules such as water, alcohol, hydrogen, chloride, etc. take place. ഇനി ചിലയിടത്താണെങ്കിൽ ഇപ്പം നമ്മളിവിടെ കണ്ട റിയാക്ഷനകത്ത് H2O ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ചിലയിടത്ത് NH3 വരാം, ചിലയിടത്ത് HCl വരാം. ഇത് എക്സാമ്പിൾ ഓഫ് ടെറിലിൻ. ടെറിലിൻ എന്ന് പറയുന്ന ഡാക്രോൺ. അതുപോലെ നൈലോൺ 66. ഇവിടെ നൈലോൺ 66 ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. നൈലോൺ 66 ഉണ്ടായിരിക്കുന്നത് ഹെക്സാമെഥിലിൻ ഡൈഅമീൻ. ഹെക്സാ എന്ന് പറഞ്ഞാൽ 6 CH2 ഡൈഅമീൻ 2 NH2 വിത്ത് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ് CH2 COOH ഉള്ള ഡബിൾ COH ഉള്ളതിനെയാണ് അഡിപ്പിക് ആസിഡ് പറയുന്നത്. അന്നേരം നൈലോൺ 66ന്റെ മോണോമേഴ്സിന്റെ പേരാണ് ഹെക്സാമെഥിലിൻ ഡൈഅമീൻ പ്ലസ് അഡിപ്പിക് ആസിഡ്. നൈലോൺ 66ന്റെ പേരൻസ് ആരാണ്? ഹെക്സാമെഥിലിൻ ഡൈഅമീനും അഡിപ്പിക് ആസിഡും കൂടെ കൂടി ചേർന്നാണ് നൈലോൺ 66 എന്ന് പറഞ്ഞ് പോളിമർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2 ടൈപ്പ് പോളിമറൈസേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? അഡീഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എന്താണ് അഡീഷൻ പോളിമറൈസേഷൻ? നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. ജനറലി ഇൻവോൾവ് 1 മോണോമർ ആണ് അഡീഷൻ പോളിമറൈസേഷനകത്ത്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഇൻവോൾവ് 2 ഡിഫറെന്റ് മോണോമേഴ്സ്. അതുപോലെ അഡീഷൻ പോളിമറൈസേഷൻ ഡസ് നോട്ട് ലീഡ്സ് ടു ലോസ് ഇൻ സ്മോൾ മോളിക്യൂൾസ്. അതായത് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സിന് നമ്മൾ കണ്ടായിരുന്നു ബൈ പ്രൊഡക്റ്റ് ആയ H2O, HCl, NH3 ഒക്കെ ഉണ്ടാകാം. അതുപോലെ അഡീഷൻ പോളിമറൈസേഷനകത്ത് എംപിരിക്കൽ ഫോർമുല സെയിം ആസ് ദാറ്റ് ഓഫ് മോണോമർ. കാരണം ഹോമോ ഒറ്റ ടൈപ്പ് ആയിരുന്നു. എന്നാൽ കണ്ടൻസേഷൻ പോളിമറൈസേഷനകത്ത് എംപിരിക്കൽ ഫോർമുല ഇസ് ഡിഫറെന്റ് ഫ്രം ദ കോൺസ്റ്റന്റ് മോണോമേഴ്സ്. ഈ 2 എക്സാമ്പിൾ ഒന്ന് പഠിച്ചിരിക്കുക. അഡീഷൻ പോളിമറൈസേഷനകത്ത് PVC, ടെഫ്ലോൺ ഒക്കെ
ആണ് അഡീഷണൽ പോളിമേഴ്സിന് എക്സാമ്പിൾ. കണ്ടൻസേഷൻ പോളിമേഴ്സിനകത്ത് നൈലോൺ 66 ബേക്കലൈറ്റും എക്സാമ്പിൾ ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷന്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. ഈ പോളിമറിനകത്ത് എങ്ങനെയാണ് അവർ തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ്, മോളിക്കുലർ ഫോഴ്സ് എങ്ങനെയാണ് അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ തിരിച്ചിരിക്കുന്ന പോളിമേഴ്സ് ആണ് ഫൈബേഴ്സ്, ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സിന്റെ മോളിക്കുലർ ഫോഴ്സ് വളരെ കുറവാണ്, ഫൈബേഴ്സിന് കൂടുതലാണ്. ഈ അതുപോലെ തന്നെയുള്ളതാണ് തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. 4 പോളിമേഴ്സ് ആണ് പഠിക്കുന്നത്: ഫൈബേഴ്സ്, ഇലാസ്റ്റോമേഴ്സ്, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ആണ് നിയോപ്രിൻ. An elastomers is a polymer with a viscoelasticity, അതായത് both viscosity and elasticity, and has very weak intermolecular forces. വളരെ വീക്ക് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് ഇവ തമ്മിലുള്ളത്. ജനറലി ലോ യങ്സ് മോഡ്യൂൾസ് ആൻഡ് ഹൈ ഫെയിലിയർ സ്ട്രെയിൻ കമ്പയർഡ് വിത്ത് അതർ മെറ്റീരിയൽസ്. അന്നേരം വളരെ ചെറിയ ഇതേ ഉള്ളൂ, ലോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലാസ്റ്റോമേഴ്സിനകത്തുള്ളത്. എക്സാമ്പിൾ നിയോപ്രിൻ, അതുപോലെ ക്ലോറോപ്രിൻ, അങ്ങനെയുള്ള എല്ലാ എക്സാമ്പിൾ ആണ്. പോളിമർ ദാറ്റ് ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ബീങ് സ്ട്രെച്ചഡ് ഓർ പ്രസ്ഡ്. ഇപ്പൊ നമുക്കറിയാം റബ്ബർ ബാൻഡ് നമുക്ക് വലിച്ചു നീട്ടാം അല്ലെ, അതൊക്കെ അങ്ങനെയുള്ള പോളിമേഴ്സ് ദാറ്റ് ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ബീങ് സ്ട്രെച്ചഡ് ഓർ പ്രസ്ഡ്. കാരണം ഈ വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അതിനകത്തുള്ളത്. എക്സാമ്പിൾ സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ, SBR എന്ന് പറയും, സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. പോളി, അതുപോലെ തന്നെ ക്ലോറോപ്രിൻ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് എക്സാമ്പിൾ ആണ് ഇലാസ്റ്റോമേഴ്സിന്. പോളി ഐസോപ്രിൻ, നിയോപ്രിൻ, സ്പാൻഡിക്സ്, ലിക്ര, സിലിക്കോൺ, ഇതെല്ലാം ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ആണ്. അതിന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ റബ്ബറിയാണ്, ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റോമേഴ്സ്. ഈ ഫൈബേഴ്സ് നോക്കി, ഈ പലതരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള നൂലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഫൈബേഴ്സ്. ഫൈബർ പോളിമർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് പറയാം സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് അവിടെ ഉള്ളത്. Fibers are the thread-forming solids which possess high tensile strength and high modules. These characteristics can be attributed to the strong intermolecular forces like hydrogen bonding. This strong force also lead to close packing of chains and thus impart a crystalline nature. The example, polyamide example ആണ് നൈലോൺ 66. ഈ പോളിയമൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ലിങ്കേജിന്റെ അടിസ്ഥാനത്തിലാണ് പോളിയമൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നൈലോൺ 66. ഇനി എസ്റ്റർ ഗ്രൂപ്പ് ആണ് ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ പോളിസ്റ്റർ, ടെർലിൻ, പോളിസ്റ്റർ എക്സാമ്പിൾ ആണ് ടെർലിൻ. ഓക്കെ, അതെല്ലാം ഫൈബേഴ്സിന് എക്സാമ്പിൾ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉള്ള പോളിമേഴ്സ്. ഇനി അടുത്താണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലാസ്റ്റോമേഴ്സിനും ഫൈബേഴ്സിനും ഇടയ്ക്കുള്ള ഒരു ഫോഴ്സ് ആണ് തെർമോപ്ലാസ്റ്റിക്. ഇനി ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാം. ഈ സ്ട്രക്ചറിന്റെ ഇടയ്ക്കൊന്നും ബ്രാഞ്ചിങ്ങോ ക്രോസ് ലിങ്കിങ്ങോ ഒന്നും ഇല്ല അല്ലെ. അതിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് വീക്ക് ഫോഴ്സ് ബിറ്റ്വീൻ പോളിമർ ചെയിൻസ് ഈസിലി ബ്രോക്കൺ ബൈ ഹീറ്റിംഗ് പോളിമർ ക്യാൻ ബി മോൾഡഡ് ഇൻ ടു ന്യൂ ഷേപ്പ്. നമുക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ റീയൂസ് ചെയ്ത് വേറൊരു ഷേപ്പിലോട്ട് മോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രോസ് ലിങ്കിങ് ഒന്നുമില്ല, ഇതിങ്ങനെ ഒറ്റ ഷേപ്പ് ഉള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹീറ്റ് കൊടുത്താൽ അതിനെ റീമോൾഡ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളതാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. കാരണം നോ ക്രോസ് ലിങ്ക്സ് ബിറ്റ്വീൻ ചെയിൻസ്, വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ചെയിൻസ് ബ്രോക്കൺ ബൈ വാർമിംഗ്, chain shape can be remolded, weak forces reform in new shape when cold. Example, polyethylene, PVC, polystyrene. ഇപ്പൊ നമുക്കറിയാം ആക്രിക്കാര് നമ്മുടെ വീടുകളിലൂടെയൊക്കെ വന്ന് പ്ലാസ്റ്റിക് ഉണ്ടോ, പഴയ സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലെ. പിന്നെ അവർക്കറിയാം ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്, തെർമോപ്ലാസ്റ്റിക് ആണ് അവരെടുക്കുന്നത്. തെർമോപ്ലാസ്റ്റിക് എടുത്താൽ അത് അവർക്ക് അത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പൊട്ടിയ ബക്കറ്റൊക്കെ ആണെങ്കിൽ അവരത് അതിന്റെ കമ്പനി കൊണ്ടുപോയി കൊടുത്താൽ അവരത് നല്ല പുതിയ ബക്കറ്റാക്കി അത് റീമോൾഡ് ചെയ്തെടുക്കും അല്ലെ. അതിനുവേണ്ടിയാണ് ഇവർ നമ്മൾക്ക് ചെറിയ പൈസ തന്നിട്ട് അവർ നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അത് റീയൂസ് ചെയ്യുന്ന ടൈപ്പാണ്. തെർമോപ്ലാസ്റ്റിക് ടൈപ്പ് അവർ എടുക്കത്തുള്ളൂ. ചില പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ചിലതൊന്നും അവർ എടുക്കത്തില്ല, കാരണം അത് റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെ റീയൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. Thermoplastic polymers are the linear or tightly branched long chain molecules capable of repeatedly softening on heating and hardening on cooling. These polymers possess intermolecular force of attraction intermediate between elastomers and fibers. Okay, ividuthe force of attraction is between elastomers and fibers. Some common thermoplastics are polyethylene, polystyrene, polyvinyl, etc. Okay. Thermosets.
സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമെന്റ് സെറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? സിമെന്റ് സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റായി പോയി ഉപയോഗശൂന്യമാകുന്നു എന്ന് പറയുന്നു അല്ലേ? അതുപോലെ ഇവിടെ തെർമോസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെർമോസെറ്റ് പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനകത്തോട്ട് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സെറ്റായി പോകും, പിന്നെ അത് റീമോൾഡ് ചെയ്ത് എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളതിനാണ് തെർമോസെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ ഈ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഇടയ്ക്ക് ക്രോസ് ലിങ്കിങ് ഉണ്ടാകുന്നുണ്ട്, ഈ ലെയറുകളുടെ ഇടയ്ക്ക് ക്രോസ് ലിങ്കിങ് ഉണ്ടാകുന്നുണ്ട്, എക്സ്റ്റെൻസീവ് ക്രോസ് ലിങ്കിങ് ഉണ്ടാകുന്നുണ്ട്. അത് ഹീറ്റ് കൊടുക്കുമ്പോൾ സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ പോളിമർ ചെയിൻസ് cannot be easily broken. Polymer keeps shape on heating. The extensive cross linking formed by covalent bonds ആണ്. അതുപോലെ ബോണ്ട്സ് പ്രിവെന്റ് ചെയിൻ മൂവിംഗ് റിലേറ്റഡ് ടു ഈച്ച് അതർ. അതുകൊണ്ട് ഇത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. എപ്പോക്സിസ്, ഫിനോളിസിസ് ഒക്കെ തെർമോസെറ്റ്സിന് എക്സാമ്പിൾ ആണ്. These polymers are cross-linked or heavily branched molecules which on heating undergo extensive cross-linking in molds and again become infusible. ഉപയോഗശൂന്യമായി പോകും. This cannot be reused. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. This cannot be reused. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം ബോർഡ് എക്സാമിൽ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. തെർമോസെറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക കനോട്ട് ബി റീയൂസ്ഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേക്ക്ലൈറ്റ് തെർമോസെറ്റിംഗിന് എക്സാമ്പിൾ ആണ്. ബേക്ക്ലൈറ്റ്, യൂറിയ, ഫോർമാൽഡിഹൈഡ് റെസിൻസ് ഒക്കെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് കണ്ടത് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റ്സും ആണ്. എക്സാമ്പിൾ തെർമോപ്ലാസ്റ്റിക്, അതായത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോളിസ്റ്റൈറിൻ, പോളികാർബണേറ്റ്, പോളിഎത്തിലീൻ, നൈലോൺ, പോളിസ്റ്റർ. അതുപോലെ തെർമോസെറ്റ്സ് റീയൂസ് ചെയ്യാൻ സാധിക്കാത്ത എപ്പോക്സിസ്, യൂറാത്തനൈറ്റ്സ്, കേർഡ്, പോളിയസ്റ്റേഴ്സ്, ഫോർമാൽഡിഹൈഡ് റെസിൻസ് ഒന്നും റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത തെർമോസെറ്റ്സ് ആണ്. തെർമോപ്ലാസ്റ്റിക്കിന് പ്രോപ്പർട്ടി പറഞ്ഞാൽ ടഫ്, ഫ്ലെക്സിബിൾ, സോഫ്റ്റ് വിത്ത് ഹീറ്റ് ആണ്. എന്നാൽ തെർമോസെറ്റ്സ് സ്ട്രോങ്, ഇൻഫ്ലെക്സിബിൾ, ഇൻസോളിബിൾ ആൻഡ് ഡസ് നോട്ട് സോഫ്റ്റൻ വിത്ത് ഹീറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് തെർമൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചു, തെർമോസെറ്റ്സും തെർമോപ്ലാസ്റ്റിക്കും. തെർമോപ്ലാസ്റ്റിക് ക്യാൻ ബി മെൽറ്റഡ്, തെർമോസെറ്റ്സ് കനോട്ട് ബി മെൽറ്റഡ്. ഇതാണ് അങ്ങനെയുള്ള പോളിമേഴ്സിനെയാണ് തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പോളിമേഴ്സിന്റെ ഇൻട്രഡക്ഷൻ പാർട്ടാണ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ ഇനി പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.